എവിടെ മുത്തോണികളെ എന്തൊക്കെയുണ്ട്? നമുക്കറിയാം വില്ലേജ് കുക്കിംഗ് ചാനൽ അല്ലേ? വില്ലേജ് കുക്കിംഗ് ചാനൽ എങ്ങനെ ഫേമസ് ആയത്? 10 മില്യൺ സബ്സ്ക്രൈബേഴ്സായി, 1 കോടി ഫോളോവേഴ്സാണ് അവർക്കുള്ളത്. സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ഡയമണ്ട് പ്ലേ ബട്ടൺ അവർക്ക് കിട്ടിയിരിക്കുന്നത്. അതും ചില്ലറ കാര്യമൊന്നുമില്ല. കാരണം വെച്ചാൽ സൗത്ത് ഇന്ത്യയിൽ ഇതിനു മുമ്പ് ആർക്കും അങ്ങനെ കിട്ടിയിട്ടുമില്ല. എങ്ങനെയാണ് വളരെ കുറച്ച് വീഡിയോയിൽ അവർ ഇങ്ങനെ ഫേമസ് ആയത്? വേറൊന്നുമല്ല, അവരുടെ പ്രസൻറ്റേഷൻ, ആ ലോക്കൽ കൾച്ചറും ഫുഡും എല്ലാം കൊണ്ടും. നിങ്ങൾക്കറിയാം തമിഴ് എന്ന് പറയുന്ന ഒരു ഫുഡിൻ്റെയും കൾച്ചറായിട്ട് ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു സംസ്കാരം തന്നെയാണ് തമിഴ് സംസ്കാരം എന്ന് പറയുന്നത്. അത് വളരെ കൃത്യമായിട്ട് അവർ ആ വീഡിയോയുടെ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. മാത്രമല്ല അവർ ഇൻട്രോ, ഒരു രക്ഷയില്ലാത്ത ഇൻട്രോ ആട്ടോ. കാരണം വെച്ചാൽ ആ ഇൻട്രോ കേട്ടാൽ തന്നെ ആ കാണികൾ അവിടെ വന്നിരിക്കും. ഇവരെ ഇൻട്രോ മുതൽ ഫുള്ള് വീഡിയോ കഴിയുന്നവരേക്കും അവർക്ക് അവരുടേതായ ഒരു ടീം വർക്ക് കറക്റ്റായിട്ടുണ്ട്. എന്തായിരുന്നു ആ ഇൻട്രോ? സമ്മേ സമിക്കറോ ഭയങ്കരമാണ് രുചിക്കറോ ഇന്നക്കൊരു പുടി എല്ലാരും വാങ്ങേ ഓൾവേസ് വെൽക്കംസ് യു. செம்மடா சமைக்கிறோம், பயங்கரமா ருசிக்கிறோம். இன்னைக்கு ஒரு புட்டே எல்லாரும் வாங்க ஆல்வேஸ் வெல்கம்ஸ் യു. അതാണ് പിള്ളേരെല്ലാം ഫാൻസ് ആയി കഴിഞ്ഞു. എല്ലാവർക്കും ഡയലോഗ് എല്ലാം കറക്റ്റായിട്ട് അറിയാം. അപ്പോൾ എന്നാലും ഈ വില്ലേജ് കുക്കിംഗ് ചാനലിൻ്റെ ഹിസ്റ്ററി, ഇവരെങ്ങനെയാണ് ഈ ലെവലിലെത്തിയത്, ഇവർ പിന്നിലുള്ള ചരിത്രം എന്താണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ലെറ്റ്സ് സ്റ്റാർട്ട് അവർ വോയേജ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് 1 കോടി സബ്സ്ക്രൈബേഴ്സിലേക്ക്, കൂടെ നല്ല തിളങ്ങുന്ന ഭാരമുള്ള ഡയമണ്ട് പ്ലേ ബട്ടനും. പെരിയത്തമ്പി തൻ്റെ ചെറിയ പ്രായം മുതൽക്കേ കല്യാണ വീടുകളിലും ഹോട്ടലുകളിലുമായി പാചകത്തിന് പോകുമായിരുന്നത്രേ. നീണ്ട പാചക വർഷങ്ങൾക്കിടയിൽ അദ്ദേഹം വിവിധ തരം ഭക്ഷണങ്ങൾ ഉണ്ടാക്കാൻ പഠിക്കുകയും ശ്രമിക്കുകയും ചെയ്തിരുന്നു അത്രേ. തമിഴ്നാട്ടിലെ പുതുക്കോട്ട ജില്ലയിലെ ചിന്ന വീരമംഗലത്ത് ജനിച്ചു വളർന്ന പെരിയത്തമ്പിക്ക് പതുക്കെ പ്രായമായി തുടങ്ങി. പാചകത്തിൽ നിന്നെല്ലാം അദ്ദേഹം മെല്ലെ വിട്ടുനിൽക്കാനും തുടങ്ങി. അങ്ങനെയിരിക്കെ 2018 പെരിയത്തമ്പിയുടെ കൂടെയുണ്ടായിരുന്ന സുബ്രഹ്മണ്യൻ ഭക്ഷണം പാകം ചെയ്യുന്നത് വീഡിയോ എടുക്കാൻ തുടങ്ങി. സുബ്രഹ്മണ്യനാകട്ടെ ചെറിയ തരത്തിൽ വെബ് ഡിസൈനിങ് എക്സ്പീരിയൻസ് കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം തുടരെ ഭക്ഷണം പാകം ചെയ്യുന്ന വീഡിയോകൾ എടുത്തു തുടങ്ങി. അന്ന് അത്തരം വീഡിയോകൾ എടുക്കുമ്പോൾ അവർ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല ഇന്ന് യൂട്യൂബേഴ്സിൻ്റെ ഡയമണ്ട് പതക്കം അവരെ തേടിയെത്തുമെന്ന്. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന ചിന്ത കൊണ്ട് മാത്രമാണ് 1 കോടി സബ്സ്ക്രൈബേഴ്സിനെ അവർ നേടിയെടുത്തത്. സുബ്രഹ്മണ്യൻ പതുക്കെ വീഡിയോ എടുത്തു തുടങ്ങുന്ന സമയത്തൊക്കെ തൻ്റെ സഹോദരന്മാരായ മുരുകേശനും അയ്യനാരും തമിഴ്സെൽവനും മുത്തുമാണിക്കവുമൊക്കെ ജോലി നോക്കുകയായിരുന്നു അത്രേ, അതും വിദേശത്തോട്ട്. അങ്ങനെ ഇരിക്കെയാണ് വീഡിയോ എടുക്കുമ്പോൾ സുബ്രഹ്മണ്യന് സഹായമെന്നോണം ഈ സഹോദരങ്ങൾ പാചകം ചെയ്യാനെത്തുന്നത്. നിരന്തരമായി വീഡിയോകൾ അപ്ലോഡ് ചെയ്തപ്പോൾ കാഴ്ചക്കാരുടെ എണ്ണവും കൂടിത്തുടങ്ങി. പുതുക്കോട്ട ജില്ലയിൽ നിന്ന് മാത്രമല്ല, തമിഴ്നാട് എന്ന വലിയ സംസ്ഥാനത്തിൽ നിന്ന് മാത്രമല്ല, ഇന്ത്യ എന്ന മഹാരാജ്യത്തിൽ നിന്ന് മാത്രമല്ല, ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും അവർക്ക് കാണികൾ ലഭിച്ചു തുടങ്ങി. വീഡിയോയിലുള്ള ഇവരുടെ ഓരോ ഇൻഗ്രീഡിയൻസ് പറയുമ്പോഴുള്ള ഡയലോഗുകളാണ് ഏറ്റവും അടിപൊളി. അരച്ച മഞ്ചൾ ചാന്തും തൈരും മുണുക്കണ കല്ലുപ്പും ശുദ്ധമാണ് നാട്ടു പശുനെയ് മുതൽ പലതരം ഡയലോഗുകൾ നമുക്ക് കേൾക്കാം. செக்கில ஆட்டின சுத்தமான நல்லெண்ணெய். ഇതിൽ ഏറ്റവും രസമുള്ള കാര്യം എന്താ പറയുമോ? മഞ്ഞളും മുളകൊക്കെ എടുത്തിട്ടേ നമ്മൾ അമ്മിക്കല്ലും അരക്കുക. നമ്മൾ സാധാരണ ഗതിയിൽ മറ്റു ചാനലൊക്കെ പ്രത്യേകിച്ച് വെച്ചാൽ നമ്മൾ മിക്സിയിൽ അരക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരികയുടെ പരിപാടിയൊക്കെ ചെയ്തിട്ട് ഒഴിവാക്കും. പക്ഷേ ഇവർ കറക്റ്റായിട്ട് അധ്വാനിച്ചേ ചെയ്യുള്ളൂ. അതിൽ അയ്യനാർ എന്ന് പറഞ്ഞ ആളാണ് ഇതിൻ്റെ ഈ അരക്കണ പരിപാടി. ഒരാൾ മഞ്ഞളെടുത്തിട്ട് മംഗളകരമാണ് മഞ്ഞളിൽ ആരംഭിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ തുടങ്ങും. എന്നിട്ട് നല്ല അരക്കും ചെയ്യും. അതിന് തന്നെ ആ ഒരു കാര്യത്തിൽ തന്നെ ഭയങ്കര ഫാൻസാണ്. കാരണം വെച്ചാൽ ഇവർക്ക് ഈ ഫോറിനേഴ്സിനൊന്നും ഇങ്ങനത്തെ കാര്യങ്ങളും അധികം പരിചയമില്ലല്ലോ, അമ്മിക്കല്ലും അങ്ങനത്തെ കാര്യങ്ങളൊന്നും. അവർക്കിത് കാണുമ്പോൾ ഒരു പുതുമുള്ള കാര്യം തന്നെയാണ്. மங்களகரமா மஞ்சள் ஆரம்பிக்கிறோம்.
അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇവരുടെ വില്ലേജ് ഫുഡ് ചാനലിൻ്റെ ഹിസ്റ്ററി നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ നിങ്ങൾ ആരെങ്കിലും തീർച്ചയായും സബ്സ്ക്രൈബ് കൂടെ കാണുന്ന ബെല്ലൈക്കൺ നിൽക്കാൻ മറക്കരുത് കേട്ടോ. കാരണം എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ്. സോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, 5-10 കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ വരുന്നതിലേക്കും ഗുഡ് ബൈ, ടാറ്റ, ബൈ ബൈ. ഒന്നുമില്ലായ്മയിൽ നിന്ന് 1 കോടി സബ്സ്ക്രൈബേഴ്സിലേക്ക്, കൂടെ നല്ല തിളങ്ങുന്ന ഭാരമുള്ള ഡയമണ്ട് പ്ലേ ബട്ടനും. പെരിയത്തമ്പി തൻ്റെ ചെറിയ പ്രായം മുതൽക്കേ കല്യാണ വീടുകളിലും ഹോട്ടലുകളിലുമായി പാചകത്തിന് പോകുമായിരുന്നത്രേ. നീണ്ട പാചക വർഷങ്ങൾക്കിടയിൽ അദ്ദേഹം വിവിധതരം ഭക്ഷണങ്ങൾ ഉണ്ടാക്കാൻ പഠിക്കുകയും ശ്രമിക്കുകയും ചെയ്തിരുന്നു അത്രേ. തമിഴ്നാട്ടിലെ പുതുക്കോട്ട ജില്ലയിലെ ചിന്ന വീരമംഗലത്ത് ജനിച്ചു വളർന്ന പെരിയത്തമ്പിക്ക് പതുക്കെ പ്രായമായി തുടങ്ങി. പാചകത്തിൽ നിന്നെല്ലാം അദ്ദേഹം മെല്ലെ വിട്ടു നിൽക്കാനും തുടങ്ങി.